റെയിൽവേ ടിക്കറ്റ് കൊള്ളയ്ക്കെതിരെ ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. യാത്രാ സൗകര്യങ്ങൾ ഒരുക്കാതെ റെയിൽവേയെ ഉപയോഗിച്ച കേന്ദ്രം ജനങ്ങളെ കൊള്ളയടിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ പറഞ്ഞു. ഓർഡിനറി ക്ലാസുകളിൽ ഉൾപ്പെടെ റെയിൽവേ യാത്രക്കാരുടെ നിരക്കിൽ വർധനവ് പ്രഖ്യാപിച്ചതിനെതിരെയാണ് ഡിവൈഎഫ്ഐ പ്രക്ഷോഭം ആരംഭിച്ചത്. റെയിൽവേയിൽ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കാത്ത കേന്ദ്ര സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് കണ്ണൂരിൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ ആരോപിച്ചു. പൈസയൊക്കെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും കേരളത്തിനകത്തെ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു വികസനവും കൊണ്ടുവരാൻ ഇവർ തയ്യാറാവുന്നില്ല. നമ്മളിപ്പോ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് ലഘുലേഖ വിതരണം ചെയ്യാൻ വരികയുണ്ടായി. എത്രമാത്രം ദുസ്സഹമായ നിലയിലാണ് യാത്രക്കാർ അവരുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നേരിട്ട് കാണുകയാണ്. ഇത് ഇന്നത്തെ അനുഭവം മാത്രമല്ല, ഇവിടെ ഈ റെയിൽവേയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ വലിയ ദുരിതമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വേളയിൽ ചിലരെല്ലാം ബോധക്ഷയം അനുഭവപ്പെടുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ടായി. തിക്കും തിരക്കും കാരണം വലിയ പ്രയാസം അഭിമുഖീകരിക്കുമ്പോൾ പുതിയ ട്രെയിൻ അനുവദിക്കാൻ അല്ലെങ്കിൽ ഈ റെയിൽ പാത ഒന്ന് വികസിപ്പിക്കാൻ ഒരു തരത്തിലും കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നില്ല. ഓർഡിനറി ക്ലാസ്സിൽ കിലോമീറ്ററിന് 1 പൈസയും മെയിൽ, എക്സ്പ്രസ്, നോൺ AC കോച്ചുകൾക്ക് 2 പൈസ വീതവുമാണ് വർദ്ധിപ്പിച്ചത്. ഈ വർഷം ഇത് 2ാം തവണയാണ് യാത്രാ നിരക്കിൽ വർധനവുണ്ടാകുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. വിവിധ ഇടങ്ങളിൽ നിന്നും ട്രെയിനിൽ കയറിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ലഘുലേഖയും വിതരണം ചെയ്തു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലും ലഘുലേഖ വിതരണം നടത്തി. ഡിവൈഎഫ്ഐ നേതാക്കളായ മുഹമ്മദ് സിറാജ്, KG ദിലീപ്, K അനുശ്രീ, CP ഷിജു, M ശ്രീരാമൻ, CV രഹിനേഷ്, P രഖിൽ, ആരതി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.